തിരമലകൾ പൊട്ടിച്ചെറിഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായസിലേക്ക് പറന്നുവരുന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശി ശക്തികളുടെ കൈകളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം. ആഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിൻ്റെ ദിനമായിരുന്നു. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും ആ സ്വാതന്ത്ര്യത്തിൻ്റെ പീഡനങ്ങൾ പറഞ്ഞ പിന്നിട്ട് നാളുകൾ ഭാവി തലമുറയിൽ കൊളുത്തിവെക്കുന്നത് പാരതന്ത്ര്യ മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകളാണ്. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തെ ഫലമായാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. വർഷങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞു പോയിട്ടും ഇന്നും ജനതയുടെ മനസ്സിൽ ജീവസുറ്റ സാന്നിധ്യമായി നിറഞ്ഞു നിന്ന നേതാവാണ് ഗാന്ധിജി. തലമുറകളെ സ്വാധീനിക്കാവുന്ന ഒരു നേതൃത്വ പാഠവുമായി മാറാൻ കഴിഞ്ഞ ഗാന്ധിജിയുടെ ശക്തി എന്തായിരുന്നു? അത് ഇനിയും നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചത് ഗാന്ധിജി ആയിരുന്നല്ലോ. വാളിനേക്കാളും തോക്കിനെക്കാട്ടും എല്ലാ ആയുധങ്ങളെക്കാളും മൂർച്ചയേറിയ ഒരായുധം കൊണ്ടാണ് ഗാന്ധിജി പോരാടിയത്. സത്യാഗ്രഹം എന്ന സമരായുധം സഹനവും അഹിംസയും കൊണ്ട് ശക്തിപ്പെടുത്തിയതായിരുന്നു ഗാന്ധിജിയുടെ സ്വരങ്ങൾ. അഹിംസയിലൂരിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭാരതം 78ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ഭാരതത്തോടുള്ള അഭിമാന വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം. ഭാരതം എൻ്റെ നാടാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണെന്ന് 1000 വട്ടം പ്രതിജ്ഞ ചെയ്താൽ നാം യഥാർത്ഥ ഇന്ത്യക്കാരാകില്ല. ദേശീയ പതാക ഉയർത്തുമ്പോഴും ദേശീയ ഗാനം പാടുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള മന്ത്രധ്വനികളായി മാറണം. നമുക്ക് നല്ല മനുഷ്യരാകാം. കവി പറയും പോലെ ആണ്ടിക്കൊരിക്കലൊരാഗസ്റ്റ് 15 നുണയേണ്ട മധുരമോ ഭാരതം അല്ല, നമ്മുടെ രക്തവും വികാരവുമാണ്. അഴിമതികളും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്തതാണ് ഗാന്ധിജിയുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.